ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സംഭവം എന്താണെന്നും ഈ പറയുന്ന പ്രശസ്ത യൂട്യൂബർ ആരാണ് എന്നും അറിയാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം. ഈ ഒരു വോയിസ് ക്ലിപ്പ് ഫുൾ ആയിട്ട് കേട്ടതിന് ശേഷം ശരിക്കും എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാ പിന്നെ കേട്ടിട്ട് വരാം. ഹലോ ഹലോ ഹാ ഹലോ 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 ആരാണ്? എൻ്റെ പേര് ബിന്ദു ഹരേകൃഷ്ണ എന്നാണ്. ശരിക്കുമുള്ള പേര് ബിന്ദു ബാലചന്ദ്രൻ എന്നാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ രാജ് ടോക്സ്, ഷെഫീന ബീവി, ഇവർ രണ്ടുപേരിൽ നിന്നുണ്ടായ ദുരനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ. എന്താണ് പറ്റിയേ? ആക്ച്വലി രേണു സുധി എന്ന് പറയുന്ന നടിയെ കുറിച്ച് ഈ പറഞ്ഞ രാജ് ടോക്സിന്റെ ഒരു വ്യാജ അക്കൗണ്ട് മോശമായി, വളരെ വളരെ മോശമായ രീതിയിൽ എഴുതി. അപ്പൊ ഞാനത് ചോദ്യം ചെയ്തു. അയാളെ മെസ്സഞ്ചറിൽ പോയിട്ട് ഞാൻ ചോദ്യം ചെയ്തു, നിങ്ങളുടെ വീട്ടിലും ആരുമില്ലേ, അവര് മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാള് രേണു സുധിയെ പറ്റി അതിന്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ രീതിയിൽ ശരീരവർണ്ണനം നടത്തുകയും ഋതപ്പൻ അവരെ കൊല്ലുമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ പറയാണ്, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഒരു ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാനൊക്കെ ജെനുവിൻ അക്കൗണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നിന്നെ പോലുള്ളവർ, എനിക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് വേറെ ഉണ്ട്, നിന്നെ പോലുള്ളവളുമാരോട് എനിക്ക് ഇങ്ങനെയാണ് സംസാരിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ പോലുള്ളവരെന്ന് പറയുമ്പോൾ അവൻ എന്തോ, അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവനെ തെറി വിളിച്ചു. തെറിയെന്ന് പറഞ്ഞാൽ ഹിജഡേ എന്നാണ് വിളിച്ചത്. അത് അവൻ ഇഷ്ടപ്പെടില്ല. ഒരു ആണിന്റെ മുഖത്ത് നോക്കി ഒരു പെണ്ണ് ഹിജഡേ എന്ന് ഞാൻ പറഞ്ഞു, ഐ മീൻ ആണാണെങ്കിൽ ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് സംസാരിക്കും, ഇതൊരുമാതിരി ഭീരുവിനെ പോലെ മറഞ്ഞിരുന്ന് സംസാരിക്കുന്ന ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു വഴക്കാണ്. ഇയാളെ ഞാൻ ശപിക്കുക, ഇത് ഒഴിഞ്ഞു പോകും. പിന്നെ സംസാരിച്ച് വരിക, ഇയാള് ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ചാത്തൻ സേവ നടത്തും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. അത് ഇറിറ്റേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറഞ്ഞതാ. അല്ല, ഞാൻ വിഷ്ണുമായയുടെ ഭക്തയാണ്. ചാത്തൻ സേവ വേറെ, ഉപാസന വേറെ, ഭക്തി വേറെ. പക്ഷെ എന്റെ സ്വാമിയെ വെജിറ്റേറിയൻ ആയിട്ടാണ്, ഞാനൊരു ശുദ്ധ വെജിറ്റേറിയൻ ആണ്. ആ ഒരു രീതിയിലാണ് ഭഗവാന് പ്രസാദം വെച്ച് കൊടുത്തിട്ട് ആരാധിക്കുന്നത്. എന്റെ സ്വാമിക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അതിപ്പോ ഈ ഷെഫീനയും പറഞ്ഞ രാജ് ടോക്സും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിൽ നല്ല രീതിയിൽ അനുഭവിക്കുകയും ചെയ്യും. അത് ശാപങ്ങളൊക്കെ അവിടെ ഇതിനകത്ത് മെയിനായിട്ടും പ്രധാന കാരണം എന്താണ്? പിന്നെ ഇവരെ ഭാഗത്തുനിന്ന് എന്തുണ്ടായി? അടുത്ത ദിവസം ഞാനിത് അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. ഇയാള് അടുത്ത ദിവസം രാത്രി 10:37 ആയപ്പം എനിക്കൊരു കോള്, അതായത് ഒരു സ്കൈപ്പ് നമ്പർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം മെസ്സേജ് വന്നിരിക്കുകയാണ്, ചാത്തൻ സേവയ്ക്ക് റേറ്റ് എത്രയെന്ന്. അപ്പൊ ഞാൻ എന്ത് ആരാ, അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിച്ച ഇയാളെ മാത്രമാണ് എനിക്ക് അറിയുള്ളൂ, ഇയാളാണെന്നാണ് ഞാൻ ഇയാള് തന്നെയാണ് ആള്. അപ്പൊ ഞാൻ ശരി, അപ്പൊ ഞാൻ നോക്കുമ്പോ മെസ്സഞ്ചറിൽ ആ സംസാരിക്കുന്ന സമയത്ത് പേര് രജിത മനോജ്, എല്ലാം 6 തുടങ്ങുന്ന പേരുകളാ. പിന്നെ ഇപ്പം രമണൻ. അപ്പൊ ഞാൻ എന്താ രമണ പേര് മാറ്റിയല്ലോ. അപ്പൊ ഇയാൾക്ക് ആളെ പിടികിട്ടി. അപ്പൊ എന്റെ അടുത്ത് പിന്നെ അടുത്ത മെസ്സേജ്, യു ആർ എക്സ്പോസ്ഡ്, പിന്നെ മോളെ ചക്കര അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ എഴുതി, നിന്നെ ഞാൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, പൊന്നു മോളെ നീ പേടിച്ചോ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ വർത്താനം കേട്ടപ്പോ എനിക്ക് എത്ര വലിയ. പിന്നെ അടുത്ത മെസ്സേജ് എഴുതുന്ന യു ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ ആകെ പേടിച്ചു. എന്റെ ഫോട്ടോ എവിടെയെങ്കിലും ഇയാൾ കൊണ്ടുവന്ന് മോർഫ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഇട്ടോ എന്നുള്ള ഒരു ഭയമാണ്. ഞാൻ ഇയാളെ വിളിച്ചു. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളിങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളുടെ ഫോട്ടോയോ അങ്ങനെ വീഡിയോ എന്തെങ്കിലും അവന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. എന്റെ ഫോട്ടോ ഇയാൾ എന്റെ ഇൻസ്റ്റാഗ്രാം, ഞാനൊരു ബിസിനസ് വുമൺ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫോട്ടോയും എന്റെ വീഡിയോസ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും എന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇവർക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എന്റെ ഫോട്ടോയും എന്റെ നമ്പര് എന്റെ ഫോട്ടോ ഒക്കെ ഇവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവൻ എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് യു ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാളെ തിരിച്ചു വിളിച്ചപ്പം ഫോൺ എടുത്തു പെട്ടെന്ന്. എടുത്തിട്ട് ഇയാൾ പറയുവാണ്, നിന്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഈ ചാറ്റും ഞാൻ എക്സ്പോസ് ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഹോട്ടലിൽ നീ വരണം, അന്ന് നമുക്ക് സോൾവ് ചെയ്യാം ഇതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കങ്ങ് ശരിക്കും ദേഷ്യം വന്ന് ഞാൻ കൊടുത്തു. അതിന് നമ്മൾ തമ്മിൽ സെക്സ് ചാറ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു നീ പറയണം, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചാറ്റും ഉണ്ടായിട്ടില്ല, പിന്നെ നീ പറയണം ഞാൻ എന്തിനും കേൾക്കണം എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ലെങ്കിൽ പൊന്നുമോളെ ഞാൻ എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ തിരിച്ച് ഞാൻ പല പ്രാവശ്യം ഇയാളെ ഞാൻ വിളിച്ചു, എടുക്കാതെ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്ക് വേറൊരു നമ്പറിൽ നിന്ന് പിന്നെയും വിളി വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയണ കേൾക്കാൻ റെഡിയാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എന്നെ വിളിക്കരുത്, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ ഞാൻ അയാളോട് പിന്നെയും ഞാൻ അയാളെ വിളിച്ചു. ഇയാളിങ്ങനെ, ഞാൻ ഇപ്പൊ നോക്കിയോ ഇതാ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, നിന്റെ എല്ലാം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ്.
ഇയാൾ കോൾ ചെയ്യുക തന്നെ, വേറെ നമ്പറിൽ നിന്ന് കോൾ ചെയ്തതാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോൾ ചെയ്യാണ്. അവൻ പറയണ പോലെ കേട്ടില്ലെങ്കിൽ ഇപ്പൊ ഇതാ ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, ഇതാ ഇത് അപ്ലോഡ് ചെയ്ത് ഒരു കാര്യം ചേട്ടാ, ഇപ്പൊ എന്നെ വിളിച്ച് ഇത് പറയാനുള്ള കാരണം കാര്യം സാർ ഇതുപോലെ ഷെഫീനക്കെതിരെ ചെയ്യുന്നുണ്ട്. ഷെഫീനയാണ് പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഏകദേശം ആ സംഭവം ഇവൻ ഈ ഫോൺ വന്നിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഷെഫീനയുടെ വീഡിയോ കാണുകയാണ് എന്നെ പറ്റിയുള്ള. നിങ്ങളെ വെച്ചിട്ട് വീഡിയോ ചെയ്തോ? അതെ, ഷെഫീന ഞാൻ ഈ അയച്ചു കൊടുത്ത് ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരെ ഷെഫീനയ്ക്ക് ഈ പറഞ്ഞ വോയിസ് റെക്കോർഡ്സും എൻ്റെ ഫോട്ടോസും എൻ്റെ ഫോൺ നമ്പറും ഷെഫീനയ്ക്ക് അയച്ചു കൊടുക്കുകയും ഷെഫീന എന്നെ പറ്റി വളരെ മോശമായ രീതിയിൽ ഒരു 42 വീഡിയോസ് അവർ ഫേസ്ബുക്കിൽ ചെയ്തതായിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചത് ഫേസ്ബുക്കിൽ മാത്രമായിരിക്കും ഇവർ അപ്ലോഡ് ചെയ്തതെന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് യൂട്യൂബ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടിട്ട് എന്നെ വിളിച്ച് പറയുന്നുണ്ട് അവിടെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ആയിരിക്കുന്ന ബിന്ദു. അതുകൊണ്ട് ഒപ്പം തന്നെ ഇവന്റെ ചാനലിലും എന്നെ പറ്റി ഇങ്ങനെ അപ്ലോഡ് ആയി. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ മുഴുവനും അശ്ലീല കമന്റുകൾ, അത്രയും അശ്ലീലമായിട്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഇവർ രണ്ടുപേരുടെയും ചാനലിൽ. അപ്പൊ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ വിളിച്ച്, എൻ്റെ ക്ലയൻസും എല്ലാം വിളിച്ചത് എന്താണ് ഇവരെന്തായി പറയുന്നത്, ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടല്ലോ എന്ന് ചോദിച്ചപ്പം എനിക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടി. അതിന്റെ ഫലമായിട്ട് അത് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല, അവരെനിക്ക് ചെയ്തു തന്നൊരു ഉപകാരമാണ്. കാര്യം ഒരു ബിസിനസ് വുമണിന്റെയോ ബിസിനസ്മാൻ്റെയോ പേര് ഒരു 1000 തവണ, ഒരു 10 തവണയെങ്കിലും ഇന്റർനെറ്റിൽ പറയുമ്പോൾ അത്രയും അവർക്ക് ഫോളോവേഴ്സും അല്ലെങ്കിൽ അവർക്ക് അത്രയും ബിസിനസ് ആണ് കൂടുന്നതെന്നുള്ള കാര്യം ഈ പൊട്ടന്മാർ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ പൊന്നി രമണ, ഇത് എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഞാൻ രമണനെ കുറച്ച് ഡീസെന്റ് ആയിട്ടൊക്കെയാണ് വിചാരിച്ച് വെച്ചിരുന്നത്. ആക്ച്വലി ഈ ഒരു കണ്ടന്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാനിത് ശരിയാണോ, കാരണം നമ്മൾ ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ പറ്റി ചിലപ്പോൾ ഈ അറിയാത്ത കാര്യങ്ങളൊക്കെ മേ ബി പുറത്ത് ഇങ്ങനെ പറയാറുണ്ട് ചുമ്മാ വെറുതെ അവരെ തകർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് റിയൽ ആണെന്ന് എനിക്കത് മനസ്സിലായി. എനിക്കത് നേരിട്ട് ഇത് ശരിക്കും നടന്ന സംഭവമാണ് എന്ന് പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നത്. ഇതിന്റെ പാർട്ട് 2 ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ രമണന്റെ വോയിസ് കാര്യങ്ങളെല്ലാം നമുക്ക് വെച്ചിട്ട് പാർട്ട് 2 നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഇതിൽ നമുക്ക് 1-2 വോയിസ് മെസ്സേജിന്റെ കട്ടിങ്ങും ഒരു 2-3 സ്ക്രീൻഷോട്ടും എന്തായാലും വെക്കാം. എന്തായാലും രമണന് പറ്റിയ പേരാണ് ഈ രമണൻ എന്ന് പറയുന്നത്. രമണൻ പിന്നെ വേറെന്താണ്, എന്തൊക്കെ ആയിക്കോട്ടെ. ഓക്കെ, ഇനി നമുക്ക് സംഭവത്തിലോട്ട് കിടക്കാം. വേറൊന്നുമല്ല, ഈ രമണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, രേണു സുധിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് രേണു ഈ തെറ്റ് ഇപ്പൊ രേണുവിന്റെ തെറ്റുകളെ പുറത്തു വിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ രമണന്റെ വീഡിയോസിന്റെ താഴെ എല്ലാം എപ്പോഴും പോയി കമന്റ് ഇടുന്ന, അതായത് എപ്പോഴും എന്ന് പറഞ്ഞാല് അത് അങ്ങനെയല്ല, രേണു സുധി പാവമാണ്. അതായത് രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രമണന്റെ വീഡിയോയ്ക്ക് താഴെ പോയി കമന്റ് ഇട്ട ഒരു സ്ത്രീ. ഇവർ തമ്മിൽ അങ്ങനെ ഈ കമന്റ് ഇട്ടതിനെ തുടർന്ന് രമണൻ ഇവരുടെ പേഴ്സണൽ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുകയും അതിൽ പോയി ഇൻബോക്സിൽ പോയി മെസ്സേജ് ഇടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തക്കാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രമണൻ പറഞ്ഞ 1-2 കാര്യങ്ങളാണ് ഈ ശരീര വർണ്ണനയൊക്കെ നടത്തിയെന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ രേണുവിന്റെയാണ് കേട്ടോ. കാരണം രേണു നമ്മുടെ സബ്സ്ക്രിപ്ഷനിൽ അന്ന് ചെയ്ത കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കും മേ ബി അവളുടെ ശരീര വർണ്ണന നടത്തിയത്. ഓക്കെ, പിന്നെ എന്താ, നമ്മുടെ ഋതപ്പൻ വളർന്നു വരുമ്പോൾ രേണുവിനെ കൊല്ലും എന്നുള്ള രീതിയിൽ അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് നടന്നിട്ടുണ്ട്. പിന്നെ രമണൻ എന്ത് ചെയ്തു? അപ്പൊ ഈ സ്ത്രീ വിചാരിച്ചത് ഓക്കെ ഇത് ഇവിടെ വെച്ച് തീർന്ന് വിട്ടു, ഇപ്പൊ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് കാര്യങ്ങൾ ഞാൻ വിട്ടു. പക്ഷെ രമണൻ അതിലും വിട്ടില്ല. രമണൻ എന്ത് ചെയ്തു? ഇവരുടെ ഈ മൊബൈൽ നമ്പർ എടുത്തു. ഈ മൊബൈൽ നമ്പർ എടുക്കാൻ കാരണം ഇവരൊരു ബിസിനസ് വുമൺ ആണ്. അപ്പൊ ഇവരുടെ ഈ പറയുന്ന നമ്മുടെ ഈ റീൽസ് ഒക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കോൺടാക്ട് നമ്പർ അതിൽ വെച്ചിരിക്കും ബിസിനസിന് വേണ്ടിയിട്ട്. ഈ ഒരു നമ്പർ എടുത്ത് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. വീഡിയോ കോൾ വിളിച്ചു, നൈറ്റ് 10:30 വീഡിയോ കോൾ വിളിച്ചു എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും അതൊന്നും ഈ ഒരു വോയിസിൽ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നു? പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു. രമണൻ അവസാനം എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്ത്രീയെ ലോഡ്ജിലോട്ട് വിളിക്കുകയാണ്, ഒരു ഹോട്ടൽ റൂമിലോട്ട് വിളിക്കുകയാണ്. എന്റെ പൊന്നു രമണൻ, ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ ഹോട്ടൽ റൂമിന് ഒരു സ്ത്രീയെ വിളിക്കുന്നത്? പബ്ലിക്കിൽ വന്ന് നിങ്ങളുടെ വീഡിയോസിന് താഴെ കമന്റ് ഇടുന്ന ഒരു വ്യക്തി, അത് ആരും ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എന്റെ ഈ ഒരു വീഡിയോ കാണുന്ന എത്രയോ പേര് എന്റെ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. അതുപോലെയല്ലേ നിങ്ങൾ ഈ പറയുന്ന രമണന്റെയും അല്ലെങ്കിൽ ബാക്കി യൂട്യൂബേഴ്സിന്റെയും വീഡിയോയുടെ താഴെ പോയി കമന്റ് ഇടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അത് ചിലപ്പോൾ മേ ബി നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം. അത് നിങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് ഒരാളുടെ പ്രൊഫൈൽ എടുക്കുക, അതിൽ നിന്ന് നമ്പർ എടുക്കുക, നമ്പർ എടുത്തതിന് ശേഷം ഹോട്ടൽ റൂമിലോട്ട് വിളിക്കുക. രമണ, നീ ചെയ്തത് ഭയങ്കര തെറ്റാണ്. നമുക്ക് ചിലപ്പോൾ മേ ബി നിനക്ക് അതിന്റെ ഇത്രയും തരനാണെന്നും പോകരുതേ. പെണ്ണുങ്ങൾ കിട്ടണമെങ്കിൽ വേറെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. ഇപ്പൊ ഒന്നിൽ ആരെങ്കിലും സ്നേഹിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പരിചയമുള്ള ആരത്തെയും ചോദിക്കുക. ഒന്നും അറിയാത്തൊരു സ്ത്രീയെ വിളിച്ച് ഹോട്ടലൊക്കെ വരാൻ പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് ഭീഷണിയാണ്. വന്നില്ലെങ്കിൽ എക്സ്പോസ് ചെയ്യും, ഈ ഒരു സ്ത്രീയെ എക്സ്പോസ് ചെയ്യും. കാരണം സ്വാഭാവികമായിട്ട് ഇവിടെ അക്കൗണ്ടിൽ ഫോട്ടോസ്, റീൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് എക്സ്പോസ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയും ഈ പറയുന്ന സ്ത്രീ ഹോട്ടലിൽ വരില്ല എന്ന് പറയുകയും ചെയ്യുക. അപ്പൊ അവിടെ വെച്ചാണ് ശരിക്കും ഇവരുടെ ഈ ഒരു സീൻ ഭയങ്കരമായിട്ടൊന്ന് ക്രിട്ടിക്കലാകുന്നത്. അതായത് അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല രീതിയിലൊരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രമണൻ എന്ത് ചെയ്തു എന്ന് കഴിഞ്ഞാൽ, ഈ സ്ത്രീ ഹോട്ടലിൽ പോകാത്തത് കൊണ്ട് തന്നെയും ഈ രമണൻ ഇതിനെടുത്തിട്ട് അങ്ങോട്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തു. ഈ സ്ത്രീയുടെ ഈ ഫോട്ടോയും വീഡിയോ വെച്ചിട്ട് വീഡിയോ ചെയ്തു. അപ്പോൾ
എനിക്ക് ചോദിക്കാനുള്ളത് രമണ ഇത് എന്തൊക്കെയാണ് രമണൻ കാണിച്ചു കൂട്ടുന്നത്? ചിലപ്പോൾ മേ ബി ഈ ഒരു കാര്യങ്ങളൊന്നും വേറൊരു യൂട്യൂബറിന്റെ പേര് പറയാനുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ നടന്നതും ഹോട്ടലിൽ വിളിച്ച കാര്യങ്ങളൊന്നും ആ ഒരു യൂട്യൂബറിന് അറിയില്ലായിരിക്കും. ഞാൻ പേര് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, മേ ബി അറിയാത്തത് കൊണ്ടായിരിക്കും. അവരും എടുത്ത് വീഡിയോ ചെയ്തു എന്ന് ഈ ഒരു വ്യക്തി പറയുന്നുണ്ട്. ഞാൻ ചാനലിൽ കയറി നോക്കിയായിരുന്നു. കുറേയധികം ഈ പറയുന്ന കട്ട് വീഡിയോസ് എനിക്ക് അല്ലാതെ പേഴ്സണലി എനിക്ക് വാട്സപ്പിൽ കിട്ടാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഇവർ പറയുന്ന കാര്യം 100% ശരിയാണ്. അപ്പൊ ഇവർ എന്ത് ചെയ്തു, നിലവിൽ അങ്ങനെ ഈ പറയുന്ന ഇവരെ എക്സ്പോസ് ചെയ്തതിന് ശേഷം ഈ സ്ത്രീ, കാരണം അത്രത്തോളം നാണം കെട്ടി ഇവരുടെ ഈ റിലേറ്റീവ്സ് ഫാമിലീസ് എല്ലാവരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം, അതാണ് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഒരു യൂട്യൂബറെ തന്നെ കോൺടാക്ട് ചെയ്യുകയും ഈ ഒരു വോയിസ് റെക്കോർഡ് ഇട്ട് കൊടുക്കുകയും അതിനാവശ്യമായുള്ള തെളിവ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്തത്. എനിക്കും അങ്ങനെ കിട്ടിയതാണ്. കാരണം ഇതൊക്കെ കാണിക്കുന്നത് വെറും ചെറ്റത്തരമാണ്. ഇതിനെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ത്രീയെ വിളിച്ചിട്ട്, അതും ഒട്ടും ഇല്ലാത്ത ഒരു സ്ത്രീയെ സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞത് കൊണ്ട് മാത്രം വിളിച്ചിട്ട് ഇത്തരം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന, ഇപ്പൊ ആ ഒരു സ്ത്രീ ഇപ്പോ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ ഒന്നിലും ആക്റ്റീവ് അല്ലാത്തൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്ളോഗർ വിളിച്ച്, അല്ലെങ്കിൽ ഇത്രയും വലിയ ഈ സബ്സ്ക്രിപ്ഷനും ഈ പറയുന്ന ഫോളോവേഴ്സ് എല്ലാം ഉള്ള ഒരു വ്ളോഗർ വിളിച്ചിട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒന്നില്ലെങ്കിൽ പേടിച്ചിട്ടെങ്കിലും പോവും ഈ പറയുന്ന ഹോട്ടൽ മുറിയിലൊക്കെ. അപ്പൊ എന്തായാലും അതൊന്നും നടന്നില്ല. രമണൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. എന്തൊക്കെയായാലും ഈ സ്ത്രീ അത് പോയിട്ടില്ല. അപ്പോൾ അതേ തുടർന്നിട്ടാണ് രമണന് വന്ന ദേഷ്യമാണ് ഈ പറയുന്ന രമണന്റെയും പിന്നെ വേറൊരു യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കാണാനായിട്ടുള്ള ഈ പറയുന്ന ഈ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്തുകൊണ്ട് ഈ ഒരു സ്ത്രീ ലീഗലി പോയിട്ടില്ല? കാരണം ഒരാൾ ഇങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ വിളിച്ചിങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഹോട്ടൽ റൂമിൽ വരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ലീഗലി പോയില്ലാണ്? പക്ഷേ ആ ഒരു വ്യക്തി ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് ഈ ഒരു കാര്യം പുറത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് രമണൻ കടന്ന് വീണ്ടും ഈ പറയുന്ന ഭീഷണിയും എക്സ്പോസും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അത് അവർ ഈ പറയുന്ന കേസ് മുഖാന്തരം അവർ നിയമപരമായിട്ട് തന്നെ അവർ മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ രമണൻ അയച്ച് കുറേ അധികം മെസ്സേജ് ഞാൻ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെക്കാം. ആ ഒരു മെസ്സേജുകൾ നിങ്ങൾ കേട്ടു നോക്കാം. ഈ ഒരു മെസ്സേജിലൊന്നും ഈ പറയുന്നത് സെക്സ് ചാറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇത് ഈ പറയുന്ന രേണുവിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്ന മാത്രമാണുള്ളത്. അതായത് ഈ പറയുന്ന രേണുവിനെ പറ്റി രമണൻ നെഗറ്റീവ് പറയുന്നു, ഇവര് പോസിറ്റീവ് പറയുന്നു, അങ്ങനത്തെ കുറെ അധികം. ഈ വീഡിയോ കോള് വിളിച്ചിട്ടാണ് ഈ പറയുന്ന റൂമിൽ വരണമെന്നും, അതും രമണന്റെ ഒറിജിനൽ നമ്പർ അല്ല കേട്ടോ. കാരണം ഈ കള്ളപ്പുള്ളി ഇപ്പൊ ഒരു വ്യക്തി കള്ളം ചെയ്യുമ്പോൾ അവൻ എടുക്കുന്ന കുറെ അധികം മുൻകരുതലുകളുണ്ട്. നമ്മളെ നമ്പർ അങ്ങോട്ട് പോകരുത്, നമ്മുടെ വോയിസ് അങ്ങോട്ട് പോകരുത്, അത് പോകരുത്, ഇത് പോകരുത്, നമ്മുടെ കുറെ അധികം മുൻകരുതലുകൾ. ഈ ഒരു മുൻകരുതലുകളെല്ലാം വളരെ കൃത്യമായിട്ടും നമ്മുടെ രമണൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് പോയിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന കോളും അനദർ നമ്പർ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പോയിട്ടുള്ളത്. എന്തായാലും പക്ഷേ രമണന് എതിരെയുള്ള തെളിവുകൾ, രമണന്റെ ഫോട്ടോ, ഈ പറയുന്ന വോയിസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ രമണ ഇതിന്റെ ഒരു വിശദീകരണ വീഡിയോ ഇതിന് രമണന്റെ ഭാഗത്തുനിന്നും എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല ആക്ച്വലി എന്താണ് എന്നുള്ളത്. ഇത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നു. ഈ ഒരു വീഡിയോ എന്തായാലും രമണൻ കാണും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പുണ്ട്. രമണന്റെ ഭാഗത്തുനിന്നും ഈ ഒരു വീഡിയോക്കുള്ള ഒരു റിപ്ലൈ, മറുപടി, എന്താണ് ശരിക്കും ഇതിൽ നടന്നത് എന്നുള്ളത് വിത്ത് എവിഡൻസ്. ഞാനിപ്പോ കുറെ അധികം എവിഡൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുള്ളത് പോലെ രമണനും നിങ്ങളുടെ ചാറ്റ് ആദ്യം മുതൽ അവസാനം വരെയുള്ള ചാറ്റും രമണന്റെ കോൾ ഹിസ്റ്ററി, ഇവിടെ അങ്ങോട്ട് പോയ കോള്, ആ ഒരു കോൾ ഹിസ്റ്ററി സംഭവം എന്താണ് എന്നുള്ളത് പുറത്ത് വിടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും രമണ. ഇനി അതല്ല വേണമെങ്കിൽ എനിക്ക് രമണന്റെ നമ്പർ ഒന്നും ഇല്ല കേട്ടോ, അല്ലെങ്കിൽ പേഴ്സണൽ വിളിച്ച് സംസാരിച്ചേനെ. ഓക്കെ, അപ്പോൾ എന്തായാലും പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി അതല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ രമണന്റെ വോയിസ്, പിന്നെ ഈ പറയുന്ന വീഡിയോ കോൾ ചെയ്ത സാധനം, അതൊക്കെ എല്ലാം നമുക്ക് കിട്ടും, ഉടനെ കിട്ടും. അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞെന്ന് തോന്നുന്നു ആരുടെ കയ്യിൽ. അപ്പൊ ആ ഒരു സാധനം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി നെക്സ്റ്റ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടാതെ എനിക്ക് പറയാനുള്ളത്, ഇവരിപ്പോ ഒരാളുടെ കാര്യമാണ് നമ്മളിപ്പോ പുറത്ത് വന്നത്. അപ്പോൾ ഇതുപോലെ എത്രയോ സ്ത്രീകൾ ഉണ്ടാകും. ഓക്കെ, അതായത് നിങ്ങൾ ഇന്ന് ആലോചിച്ച് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ അധികം ആളുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെ ഇവർ ഇങ്ങനെ തന്നെ ആവില്ലേ പോയിട്ടുണ്ടാവുക എല്ലാവരോടും? ഇതൊന്നും പുറത്ത് പറയാത്ത കുറെ അധികം ആളുകൾ ഉണ്ടാവും. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ വൃത്തികെട്ട ചീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എക്സ്പോസ് ചെയ്യേണ്ടത് ഈ പറയുന്ന സ്ത്രീകളല്ല, ഈ പറയുന്ന ഈ രമണനും കൂട്ടരും ഒക്കെയാണ്. അപ്പോൾ അവർ എക്സ്പോസ് ചെയ്യട്ടെ, എന്നും എക്സ്പോസ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.